Thank you, friends, for joining in this live. Thank you for watching me. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങളെ പ്രതിദാനം ചെയ്ത ഒരു വ്യക്തി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുന്നത്. അദ്ദേഹം ആദ്യം പെന്തക്കോസ്ത് സത്യമായ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ സ്വന്തം സഭയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പെന്തക്കോസ്തുകാർക്കുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. ഇന്ന് പെന്തക്കോസ്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഓരോ വ്യക്തികളും, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ, ഈ പെന്തക്കോസ്തിൽ ഉൾപ്പെട്ടു നിൽക്കുക എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ പെന്തക്കോസ്തിൽ ഉള്ള ആളുകൾ, അതിനകത്ത് ജനനം കൊണ്ടോ അങ്ങനെ പെന്തക്കോസ്തിലുള്ള എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്. പെന്തക്കോസ്ത് എന്നത് എന്തോ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന് ചിന്തിച്ച് അല്ലെ തെറ്റിദ്ധരിച്ച് അതിലേക്ക് പോയിട്ടുള്ള, ഇപ്പോഴും ആ ഒരു ദുർമനസാക്ഷി കൊണ്ട്, അതായത് ഇത് ദൈവത്തിൻ്റെതാണെന്നും ഇവിടെ നിന്ന് മാറിയാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുകയില്ലെന്നുള്ള ചിന്ത കൊണ്ട് മാത്രം പെന്തക്കോസ്ത് നിൽക്കുന്ന സുറിയാനിക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ടോ, ഒത്തിരി പെന്തക്കോസ്തുകാർക്ക് മുറിവൊക്കെ ഏൽക്കുന്നുണ്ട്. പലരും ഞാൻ നിങ്ങളോടൊന്നും അല്ല പറയുന്നത്, വ്യക്തമായിട്ട് ഞാൻ ആ ഓഡിയൻസിനെ നിർവചിക്കുകയാണ്, അവരോടാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലായിരുന്നു, നിങ്ങൾ പെന്തക്കോസ്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ പെന്തക്കോസ്തിലാണ്. നിങ്ങൾക്ക് അതിനൊത്തിരി ന്യായീകരണമുണ്ട്. ഇപ്പൊ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, അങ്ങനെ കുറെ പേര് പെന്തക്കോസ്തിലുണ്ട്, ഈ മുൻ ഓർത്തഡോക്സുകാരൊക്കെ ആയിട്ട്. അവരോടൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഉദാഹരണമായിട്ട് 4 കല്യാണം കഴിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ അതിനകത്തുണ്ട്. ഇതിപ്പം 5ാമത് വേണേലും ഈ പെന്തക്കോസ്തിലെ പാസ്റ്റർമാര് ആ കല്യാണം നടത്തി കൊടുക്കും. കാരണം വിവാഹം അവിടെ കൂതാശയല്ല, അതുകൊണ്ട് അവരതിനകത്ത് അത്ര പ്രശ്നമൊന്നും ആക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഇല്ലിസിറ്റ് റിലേഷനിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഇപ്പം വേറൊരിടത്ത് പോകാനൊന്നും പറ്റത്തില്ല, അവർ പെന്തക്കോസ്തിൽ നിൽക്കുക. പിന്നെയുള്ളത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനകത്ത് നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ, അതായത് വേദവാക്യങ്ങൾ ഞങ്ങൾക്ക് ആദായമാകാം എന്ന് പാട്ട് പാടുന്നതല്ല, ഈ വേദവാക്യങ്ങൾ കൊണ്ട് ആദായം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അവരോടും ഇത് കേട്ടിട്ട് കാര്യമില്ല. അവർക്ക് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോപമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ അവരോടൊന്നും അല്ല ഈ പറയുന്നത്. നിഷ്കളങ്കമായിട്ട് ഇന്നും പെന്തക്കോസ്ത് ക്ലബ്ബുകൾ ദൈവത്തിന്റെ സഭയാണെന്ന് തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന പാവങ്ങൾ, വ്യക്തമായിട്ട് അവരോടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെന്തക്കോസ്തിന് മറ്റു വിഭാഗങ്ങളുമായിട്ട് മോറൽ സ്റ്റാൻഡേർഡിൽ എന്താണ് വ്യത്യാസമുള്ളത് കമ്പയർ ചെയ്യുക. പെന്തക്കോസ്തുകാരുടെ എണ്ണം, മറ്റ് വിഭാഗങ്ങളുടെ എണ്ണം, ഇതൊക്കെ നോക്കണം. നുണ പറയുന്നവർ പെന്തക്കോസ്തിലുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഞാൻ ഇത് കേൾക്കുന്ന നിങ്ങൾ ചിരിക്കും അല്ലെ, കാരണം നുണ പറയാത്തവരുണ്ടോ, ആരെങ്കിലും ഉണ്ടോ? കാരണം പ്രസംഗത്തിലും സാക്ഷ്യത്തിലും കളവ് പറയുന്നവരാണ് പെന്തക്കോസ്തുകാർ. മറ്റുള്ള എല്ലാ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും മറ്റ് ഇതര കത്തോലിക്കരോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ നുണ പറയുമായിരിക്കാം. പക്ഷേ അവരുടെ ആരാധനയുമായിട്ട്, ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നുണ പറയത്തില്ല. ഒരു ഹൈന്ദവ ഭക്തനും അവന്റെ അമ്പലത്തിൽ പോയിട്ടോ അല്ലെ ക്ഷേത്ര മൈതാനത്ത് നിന്നിട്ട് മതപ്രഭാഷണമോ അങ്ങനെയുള്ള നുണകളൊന്നും അവർ പറയത്തില്ല. ഈശ്വര സംബന്ധിയായിട്ട് അപ്പൊ അവർക്ക് നുണ പറയേണ്ട ആവശ്യം. സാധാരണക്കാരും നുണ എങ്ങനെ പറയാം? മുസ്ലിങ്ങള് അങ്ങനെ അവരുടെ ആരാധനക്കിടയ്ക്ക് അല്ലെങ്കിൽ അവരുടെ അവരെന്ത് നുണ പറയും. പക്ഷെ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് പ്രസംഗത്തിൽ നുണയാണ്. അത് ഒരു മുൻ പെന്തക്കോസ്ത് പാസ്റ്റർ നൽകി എനിക്ക് അത് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ മതി.
പ്രസംഗത്തിൽ നുണ പറയുന്ന ധാരാളം ആളുകൾ. ഇപ്പൊ ഇവിടെ അമേരിക്കയിൽ IPC ഒരു പാസ്റ്റർ ആയിരുന്ന വ്യക്തി, സീനിയർ പാസ്റ്റർ, അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്, ഇത് മടുത്ത് ഞാൻ നുണകൾ കേട്ട്. കാരണം വ്യക്തമായിട്ട് അറിയാം ഇയാൾ പറയുന്നത് നുണയാണ്. അപ്പൊ പ്രസംഗത്തിൽ നുണ പറയാൻ യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാത്ത ആളുകൾ അല്ലെ പ്രസംഗത്തിൽ, ദൈനംദിന ജീവിതത്തിലും വ്യവഹാരത്തിലും ഒക്കെ ധാരാളം നുണകൾ പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്ത് തിന്മയാണ് ഇല്ലാത്ത? മദ്യപാനികൾ, പെന്തക്കോസ്തിൽ ധാരാളം മദ്യപാനികൾ, പാസ്റ്റർമാർ ധാരാളം കുടിക്കുന്നു. പ്രിൻസ് നിലമ്പൂർ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ ഇപ്പൊ തിരുവല്ലയിലെ ആരോ പാസ്റ്റർ ആക്കിയെന്നാ പറയുന്നത്. അപ്പൊ അയാൾ 24 മണിക്കൂർ മദ്യത്തെ കുറിച്ചുള്ളൂ വാ തുറന്ന പറയാൻ, വേറെ ഒന്നുമില്ല. ആ ഒരൊറ്റ ചിന്ത എല്ലാ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ എപ്പോഴും കേൾക്ക്, വീഞ്ഞു കുടിക്കുക, കള്ളു കുടിക്കുക, ഇതാണ് ചിന്ത. അപ്പൊ ഇങ്ങനെ മദ്യപാനത്തെ കുറിച്ച് ചിന്തിച്ചും സംസാരിച്ചും അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ഈ പെന്തക്കോസ്തിൽ. ഇപ്പൊ അങ്ങനെ മദ്യപിക്കില്ലെന്ന് പണ്ട് അവർ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് മദ്യപാനം സർവ്വസാധാരണമാണ് പെന്തക്കോസ്തരുടെ ഇടയിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കുക, അങ്ങനെയാണ്. ആദ്യകാലത്ത് മദ്യപാനത്തോട് കുറച്ച് വിരക്തിയൊക്കെ അവർ കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. മറ്റ് വിഭാഗങ്ങൾ ഇപ്പൊ ഒരു കത്തോലിക്കരെ പോലെയോ അല്ലെങ്കിൽ, പക്ഷെ കുറെയൊക്കെ അവർ ഗോപ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും മദ്യപാനികളുണ്ട്. മദ്യപാനികളില്ല എന്ന് പെന്തക്കോസ്തുകാർക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഇടയിൽ മദ്യപാനികൾ, നുണ പറയുന്നവർ, കൊലപാതകികളില്ലേ? കൊലപാതകത്തിന് സ്ത്രീകൾ ജയിലിൽ കിടക്കുന്ന അപൂർവ. പെന്തക്കോസ്തിന് സ്ത്രീകൾ വരെ കൊലപാതകത്തിന് കേരളത്തിലെ ജയിലുകളിലുണ്ട്. പെന്തക്കോസ്തുകാർ. അതിർത്തി തർക്കമില്ലേ? വഴക്കുകളില്ലേ? പാസ്റ്റർമാർ തമ്മിലുള്ള അടി മൂത്തിട്ട് 2 ഇടിവണ്ടി പോലീസ് അവിടെ കാവൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് കുമ്പനാട്ടിൽ. അപ്പൊ അത്ര സ്ഥിതി. അപ്പൊ ഓരോന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പെന്തക്കോസ്തിലെ തിന്മകളൊന്നും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കേൾക്കണ്ട. പെന്തക്കോസ്തുകാർ തന്നെ നടത്തുന്ന പത്രമുണ്ട്, ഡിഫൻഡർ എന്ന് പറഞ്ഞൊരു പത്രം, പടയാളി എന്ന് പറഞ്ഞ പത്രം. ആ പത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാർ തന്നെയാണ് പെന്തക്കോസ്തിലെ കാര്യങ്ങളെ കുറിച്ച് എഴുതുന്നത്. അപ്പോ മൊറാലിറ്റിയുടെ കാര്യത്തിൽ ഒരു മേന്മയും അവകാശപ്പെടാനില്ല. അല്ലെങ്കിൽ ജീവിത വിശുദ്ധി, ഇവർ വിശുദ്ധരാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറയും എല്ലാം അങ്ങനെയൊക്കെ അല്ലേ എല്ലാ സമൂഹത്തിലും. എല്ലാ സമൂഹത്തിലും അങ്ങനെയാണ്. പക്ഷെ മറ്റ് സമൂഹങ്ങളെക്കാൾ ഞങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഞങ്ങൾക്ക് വിശേഷതയുണ്ട് എന്ന് അവകാശപ്പെട്ടത് കൊണ്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അവകാശവാദങ്ങളെ താഴ്ത്തി വെച്ചാൽ ആരും പിന്നൊന്നും ചോദിക്കത്തില്ല. അവകാശവാദങ്ങൾ ഉള്ളിടത്തോളം കാലം ചോദ്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ ജീവിത വിശുദ്ധി, സ്വാഹ. അപ്പൊ രണ്ട് വിശുദ്ധിയാണുള്ളത്. ഒന്ന് ജീവിത വിശുദ്ധി, മറ്റത് ഉപദേശ വിശുദ്ധി. മനസ്സിലായോ? ജീവിത വിശുദ്ധി, ഉപദേശ വിശുദ്ധി. അപ്പം ഡോക്ട്രിനൽ പ്യൂരിറ്റിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്, ഉപദേശ വിശുദ്ധിയിലേക്ക്. അപ്പൊ മോറൽ പ്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ മറ്റ് ഈ കമ്മ്യൂണിറ്റികളെ പോലെ മാത്രമേ ഉള്ളൂ. ഇതര കമ്മ്യൂണിറ്റികളെക്കാൾ അധികമായി എന്താണ് ചൂണ്ടിക്കാണിക്കുക? ഇതാ ഞങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങളില്ല, വീഴ്ചകളില്ല, തിന്മകളില്ല എന്ന് പറഞ്ഞ് ജീവിത വിശുദ്ധിക്ക് ഉത്തമ മാതൃകകളായി, ഉദാഹരണങ്ങളായി ഉയർത്തി കാണിക്കുവാൻ പറ്റിയ വ്യക്തികളൊന്നും പെന്തക്കോസ്തിലില്ല. ഉണ്ടോ? ഉണ്ടെന്ന് പറയും. ആരാന്ന് ചോദിക്കുമ്പം അതറിയത്തില്ല, പക്ഷെ ഉണ്ട്. അത് ഹിമാലയത്തിൽ യതി ഉണ്ടെന്ന് പറയും. യതി എന്ന് പറഞ്ഞാൽ 20 അടി പൊക്കമുള്ള വലിയൊരു ആൾക്കുരങ്ങ് പോലത്തെ ഒരു ജീവിയാന്നാ പറയുന്നത്. ഈ ആധുനിക സാറ്റലൈറ്റും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ പോലും ഒരു യതിയുടെ ഇമേജ് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഞാനും വിശ്വസിക്കുന്ന, യതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. യതി എവിടെയും കണ്ട് ഏതോ ഒരു നമ്മൾ അടുത്ത വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ മിക്കവാറും യതിയെ മുഖാമുഖം കാണും. അപ്പൊ യതി ഉണ്ട്. ഓരോ പർവ്വതാരോഹകന്റെ ഒരു എന്താണ്, ഒരു കൗതുകമോ ജിജ്ഞാസയോ അല്ലെങ്കിൽ എന്താ ഭയമോ ഭീതിയോ അല്ലെങ്കിൽ അവനെ കൂടുതൽ സാഹസികനാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടറോ ഒക്കെയാണ് യതി എന്ന് പറയുന്നത്. ഹിമാലയത്തില് 20 അടി പൊക്കമുള്ള ഒരു കറുത്ത ദേഹം മുഴുവൻ രോമമുള്ള ഒരു ജീവി അവിടെ നിപ്പുണ്ടെന്ന് പറയുന്നത് യതി എന്നാ പേര്. യതി ഇല്ലെന്ന് നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം യതി ഇല്ലെന്ന്. പക്ഷെ എങ്കിലും യതി ഉണ്ടെന്ന് അങ്ങ് കരുതുമ്പോൾ ഒരു സുഖമാണ്. അതുപോലെ പെന്തക്കോസ്തിൽ വിശുദ്ധന്മാരുണ്ട്.
എന്ന് സ്വയം കരുതുകയാണ്. നീ വിശുദ്ധനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, പിന്നെ നിന്റെ അളിയൻ വിശുദ്ധനാണ്. അളിയൻ വിശുദ്ധനല്ല, പിന്നെ നിന്റെ അമ്മായിപ്പൻ ഓയ്യോ, ഇപ്പൊ നിന്റെ സഭയിലെ പാസ്റ്ററാണോ? പാസ്റ്ററുടെ ഭാര്യ, അമ്മാമ, പാസ്റ്റർ അമ്മാമ, നോ, എല്ലാം കൂട്ടിപ്പിടിപ്പിലാണ്. മെയിൻ വെൽഡിങ് ആ പണി. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ സഭയുടെ സെക്രട്ടറി, ഓയ്യോ എൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കൺവെൻഷൻ പ്രസംഗം, ഒയ്യോ കഴിഞ്ഞ കൊല്ലത്തെ കൺവെൻഷൻ വന്നിട്ട് പുള്ളി കാണിച്ചു കൂട്ടി കാര്യം. ശരി ശരി. ഉപവാസ പ്രാർത്ഥന ഉപദേശി പ്രവാചകൻ, ഒയ്യോ എന്റെ പൊന്നോ. പിന്നെ ആരാണ് വിശുദ്ധൻ? പെന്തക്കോസ്തുകാരുടെ വിശുദ്ധൻ ആരാണ്? അപ്പൊ പിന്നെ ഉത്തരവില്ല. എന്നാലും അപ്പൊ പിന്നെ പെന്തക്കോസ്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശുദ്ധന്മാരൊന്നും ഇല്ല, ഉറപ്പിക്കാവോ? അയ്യോ ഇല്ല ഇല്ല, അങ്ങനെ പറയല്ലേ പാസ്റ്റർ, അങ്ങനെ പറയല്ലേ. ജീവിക്കുന്നവരുണ്ട്, ഉണ്ട്, എനിക്കറിയാം, ഉണ്ട്. എവിടെയാ? ഞാൻ പെന്തക്കോസ്തിനകത്ത് തലങ്ങും വിലങ്ങും നടന്ന് അന്വേഷിച്ചു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നീതിമാൻ ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയിരിക്കുന്നു, ദൈവതേജസ് ഇല്ലാത്തവർ തന്നെ. അപ്പൊ തിരുവെഴുത്ത് നിവൃത്തിയായി പെന്തക്കോസ്തുകാർ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. എല്ലാവരും ഒരുപോലെ തെറ്റിക്കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് നമുക്ക് ജീവിത വിശുദ്ധിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് പാഠഭേദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാൻ കേട്ടോ. നിങ്ങളുടെ ഭാഷ്യത്തിൽ പാഠഭേദമുണ്ടെങ്കിൽ. എനിക്കിത് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പൊ എന്നോട് പറയണം അങ്ങനെയല്ല പാസ്റ്റർ, ഇന്ന സഭ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇന്ന ആള്, അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ്. അപ്പൊ ജീവിത വിശുദ്ധി എന്ന് പറയുന്ന ഒന്നിന് ആ ഒരു പേരിൽ പെന്തക്കോസ്തിൽ ആരും പിടിച്ചു നിൽക്കേണ്ട. അവിടെ അങ്ങനെ ഒരു സാധനമില്ല. ഇനി ആരും പെന്തക്കോസ്തിലേക്ക് ആകൃഷ്ടരാകേണ്ട കാര്യമില്ല. ഇനി ആർക്കെങ്കിലും മനസ്സിലൊരു തോന്നലുണ്ടോ അതായിരിക്കും ശരിയായ സഭ, കാരണം അവിടെ ജീവിത വിശുദ്ധി ഉണ്ട് എന്ന് ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ജീവിത വിശുദ്ധി ഇല്ലേ ഇല്ല, അത് സ്വാഹ. അടുത്തത് ഉപദേശ വിശുദ്ധിയാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. ആ ജീവിത വിശുദ്ധിയുടെ വലിയ തെളിവ് ഇപ്പം എന്താ അതിന് പറയുന്നത്, ക്ലബ് ഹൗസ്. ഇപ്പൊ ക്ലബ് ഹൗസില് പെന്തക്കോസ്തുകാർ ഒരു ഗ്രൂപ്പ് ഇട്ടിരിക്കുകയാണ്, ഞങ്ങൾ അനുകമ്പയുള്ളവർ. ഞാൻ നോക്കട്ടെ ആ ഗ്രൂപ്പ്. ഈ ഇവിടെ എന്നാ പറയുന്നത്, ക്ലബ് ഹൗസിൽ ഞങ്ങൾ പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ, മുറിവേറ്റിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഇതാണ്. നിങ്ങൾക്ക് കാണാവോ? ഇത് നിങ്ങൾ നോക്ക്. ഇത് കണ്ടോ? ഈ ഗ്രൂപ്പ് കണ്ടോ? ആസ്ക് ദ പാസ്റ്റേഴ്സ് എന്നാണ് ആ ക്ലബ് റൂമിന്റെ പേര്. ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ? ഓ കാണാം. പെന്തക്കോസ്തുകാർ ലൈറ്റ് ഈ കൊയറും പാട്ടും ഞാൻ അങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ ചെന്നതും. ഞാൻ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇത് മുഴുവൻ ട്രോളാണെന്നും ആൾക്കാർ ഇത് പരിഹസിക്കുകയാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. ഇതിന് ശേഷം ഇത്രയാണ് ഞാൻ ആ ഒരു പാട്ട്, ഈ പാട്ട് ഇപ്പൊ ഇവിടെ പാടിയ പാട്ട് തന്നെയാണ് അവിടെ പാടിയത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ, അവർ പറഞ്ഞായിരിക്കും പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ, പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ. കറക്റ്റ് ഒന്ന് വെച്ച് നോക്കാം. പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ, പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ, മുറിവേറ്റവരുണ്ടെങ്കിൽ വരൂ, മുറിവേറ്റവരുണ്ടെങ്കിൽ വരൂ. ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം. പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത്രേ ഉള്ളൂ. ലൈറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ? നിങ്ങളിത് കാണി. ഇതിൽ കൂടുതലൊരു പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ മനസ്സിലായി. അവര് തന്നെ എഴുതുക. അവര് തന്നെ എഴുതുകയാണ് പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ. ഹൈന്ദവനുമൊക്കെ ഒരേ പിതാവ് തന്നെ എന്നുള്ളൊരു വിശ്വാസത്തിൽ കണക്കാക്കാം. അപ്പം ഇപ്പോ പുതുതായിട്ട് ഒരു
ഗച്ഛാമി എന്നൊരു സർഗവിശേഷം കൊടുത്തതിന് നമുക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ സർഗവിശേഷം ഞങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. സഹോദര, അങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ഞങ്ങൾ പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ. അപ്പുറത്തൊരു ഗ്രൂപ്പ് സാം സഹോദരൻ കണ്ടോ, പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ. എന്നിട്ട് പറയാണ് മുറിവേറ്റവരുണ്ടെങ്കിൽ വരൂ. അപ്പൊ പെന്തക്കോസ്തുകാർ അനുകമ്പയുള്ളവർ, മുറിവേറ്റവരുണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്നെ ഞങ്ങൾ കുറെ പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? മുറിവേറ്റവരുണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞാൽ അവരെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്നാ അത് ആദ്യം പോയി തിരക്ക് സഹോദരൻ, ആ ഗ്രൂപ്പിലോട്ട് ചെല്ല്. എന്നിട്ട് ചോദിച്ച് അവര് കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ക്ലബ് ഹൗസിൽ കടന്ന് ധാരാളം പേര്, എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ പേരിട്ട് 19 ഗ്രൂപ്പാണ് ഇട്ടത്. ഓരോ ഗ്രൂപ്പും 8-10 മണിക്കൂർ നീളുന്ന ദൈർഘ്യമുള്ള ഗ്രൂപ്പുകൾ ഇട്ട് ചീത്ത വിളിച്ചു, വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു. എന്നെയും ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ആക്ഷേപിച്ചു. ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. ഇത്രയെല്ലാം ചെയ്തിട്ട് ഈ ആരെങ്കിലും ഒരു പെന്തക്കോസ്തുകാരെ ശിവസഹോദരന്റെ ഭാര്യയെ മക്കളെ ഒരിക്കലും ചീത്ത വിളിക്കത്തില്ല. അങ്ങനെ ഒരു പെന്തക്കോസ്ത് അത് ശരി, വിളിച്ചിട്ട് ആരും അങ്ങനെ വിളിക്കില്ല. അത് ആ പേര് വന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കുക. സാമ പറയുന്നത് യുക്തിപരമായ കാര്യമല്ല. ഷിബുച്ചായന് തെറി വിളിച്ചിട്ടുള്ള കാര്യം ക്ലബ് ഹൗസിലുള്ള എല്ലാ മെമ്പേഴ്സിനും അറിയാം. അപ്പൊ തെറി വിളിച്ചിട്ടില്ല എന്ന് പറയരുത്. താങ്കളുടെ ന്യായ കുമ്പസാരം ഇവിടെ നടത്തിക്കോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്തത് പറയരുത്. താങ്ക് യു. അല്ലല്ല, ഇന്ന് സാമൊരു കാര്യം, ഇന്ന് നിരീശ്വരവാദികളുടെ ഗ്രൂപ്പില് ഒരു 350 പേരുണ്ടായിരുന്നു. അവര് പറയുന്നുണ്ടായിരുന്നു ശിവപീഡിയക്കലിനെ അവര് തെറി വിളിക്കുന്നു, ഭാര്യ മക്കളെ ചീത്ത വിളിക്കുന്നു, ഞങ്ങൾ കേട്ടു, മോശമായി പോയെന്ന് നിരീശ്വരവാദികൾ വരെ പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ടുമില്ല. പക്ഷെ എനിക്ക് ഒത്തിരി പേര് ക്ലിപ്പൊക്കെ അയച്ചു തന്നു. പിന്നെ എന്നെ ഒത്തിരി 19 ഗ്രൂപ്പാണ് ഇട്ടത്. അപ്പൊ അത് തന്നെയല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ ഡൈനോയുടെ ഭാര്യയെ പറ്റി, ഡൈനോയും കൂട്ടുകാരും എല്ലാം കൂടെ ഭാര്യമാരെ വെച്ചു മാറുന്നുണ്ടെന്നാണ് അജു വർഗീസ് എന്ന് പറഞ്ഞ്, അദ്ദേഹം ബാംഗ്ലൂര് IML അങ്ങാണ്ട് വലിയ ജോലിയൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ ആ പുള്ളിയൊക്കെ കൂടി ഇരുന്ന് ആരോപിക്കുകയാണ്. അജു വർഗീസ്, പിന്നെ ഉള്ളത് മറന്നുപോയി, വേറെ 2 പാസ്റ്റർമാരൂടെ ഉണ്ടായിരുന്നു, പ്രിൻസ് നിലമ്പൂര്. അവരാരോപിക്കുന്നു. അപ്പൊ ഇവരുടെ എല്ലാം സ്വപ്നങ്ങളിലുള്ള കാര്യങ്ങൾ ഇവര് തന്റെ മനസ്സിനെ പോലെ മറ്റു മനുഷ്യരെ കാണുന്നു. അപ്പൊ ഇതാണ് അജു വർഗീസിന്റെ, പ്രിൻസ് നിലമ്പൂരിന്റെയും ഒക്കെ ഒരു ചിന്താഗതികളും വ്യാപാരങ്ങളും. അപ്പൊ അവര് കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അവരുടെ കേസ് എംബസി വഴി വരുന്നുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ പുതിയ ഗ്രൂപ്പ് എന്താണ്, അനുകമ്പയുള്ളവരാണ് ഞങ്ങൾ ആശ്വസിപ്പിക്കാം. അപ്പൊ ഈ വൃത്തികേട് മുഴുവൻ പറഞ്ഞ് മറ്റുള്ളവരെ, ആ ചെറിയാച്ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയോധികനായ ഒരു മനുഷ്യനാണ്. ഇവരുടെ ഗ്രൂപ്പൊക്കെ ഇട്ട് ആദ്യ കാലത്തൊക്കെ അദ്ദേഹം അവിടെ പോയിരുന്ന് ഇവരോടുകൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ആ പുള്ളി ഇപ്പൊ ചൊറിയനാ വിളിക്കുന്നത്, പ്രായത്തെ പോലും മാനിക്കുന്നില്ല. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു വാക്കിന്റെ ഇതല്ലേ ഉള്ളൂ, സാരമില്ല. അപ്പം വാക്കുകൾ കൊണ്ട് ആക്ഷേപിച്ച് അപമാനിച്ച് ഇത്രയെല്ലാം ചെയ്തിട്ട് അപ്പൊ ഇവര് തന്നെ സാക്ഷ്യപ്പെടുത്താണ്, ഞങ്ങൾ ഒരുപാട് പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ മുറിവേൽപ്പിച്ചിട്ടുള്ളവർ. ഈ ആകാശദൂതം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സൂര്യനെല്ലി പെൺകുട്ടിയുടെ ദുരന്ത കഥയുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ഇടയ്ക്ക് കേസ് മുറുകി വരുമ്പം ഈ പെണ്ണിനെ ചതിച്ച ആള് തന്നെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാവുന്ന ഒരു ഓഫറുമായിട്ട്, ഇപ്പൊ തന്നെ ഇരയെ കല്യാണം കഴിച്ചേക്കാം എന്ന് പറഞ്ഞൊരു ഓഫറുമായിട്ട് വരുന്ന രംഗം ആ സിനിമയിലുണ്ട്. ഇവര് പറയാണ് ഞങ്ങളെ ആശ്വസിപ്പിക്കാം. ആരെ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നത്? ഗോവിന്ദച്ചാമി വിളിക്കുകയാണ് സൗമ്യയുടെ മാതാപിതാക്കളെയൊക്കെ ഗോവിന്ദച്ചാമി ആശ്വസിപ്പിക്കാം. അപ്പൊ അതിനു സമാനമായ ഒരു ദയനീയ ചിത്രമാണ്. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ സ്വാമിന്? ഞങ്ങൾ ആരെ കളിയാക്കാൻ ഇട്ടതല്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപദേശ വിശുദ്ധി എന്നത് സ്വാഹ. അപ്പൊ പെന്റക്കോസ്റ്റിൽ ഉപദേശ വിശുദ്ധി എന്നത് ഇല്ല. ജീവിത വിശുദ്ധി എന്നത് ഇല്ല. ജീവിത വിശുദ്ധിയുടെ കാര്യം ഇതാണ് അതിന്റെ കഥ. കാരണം അവരെല്ലാം ഇപ്പൊ ഈ ക്ലബ് ഹൗസ് വന്നു കഴിഞ്ഞപ്പോൾ പല കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഏറ്റവും വഷളന്മാരെന്ന് എല്ലാവരും എണ്ണുന്നത് നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, സ്വതന്ത്ര ചിന്തകരെ, എക്സ് മുസ്ലിങ്ങള്. ഇവരാരും അവരുടെ ഗ്രൂപ്പിൽ ആരെയും ഇങ്ങനെ ആക്ഷേപിക്കുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ ആശയങ്ങൾ സംസാരിക്കാറുണ്ട്. തികച്ചും ഒരു ക്രിസ്ത്യാനിക്ക് കേട്ടാൽ വിഷമം വരുന്ന വിധത്തിലുള്ള ആശയങ്ങളൊക്കെ അവർ ബൈബിൾ വെച്ച് അവതരിപ്പിക്കും. ഒരു മുസ്ലിം പൊട്ടിത്തെറിക്കുന്ന വിധത്തിൽ ഖുറാൻ വെച്ച് അവർ വിമർശിക്കും. ഇതൊക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷെ ഗ്രൂപ്പ് ഞാൻ രാവിലെ ഫുൾ ടൈം ശ്രദ്ധിച്ചു. കാരണം ഇന്ന് എനിക്ക് ലീവായിരുന്നു.
അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ ശ്രദ്ധിക്കും. അത്രയും ഡിസിപ്ലിനോട് കൂടി ഇന്നേ ദിവസം വരെ ഈ പെന്തക്കോസ്തുകാരുടെ ഒരു ചർച്ചകളും നടന്നിട്ടില്ല. കാരണം അവിടെ ഒരാൾ സംസാരിക്കുന്നിടത്ത് രണ്ടാമതൊരാൾ കയറി അവിടെ തർക്കിക്കുകയോ വാദിക്കുകയോ ചെയ്തില്ല. എന്തോ ഒരു ഡിസിപ്ലിനാ, എന്തോ ഒരു പക്വതയാ. അപ്പൊ ഇത് അവര് തന്നെ ചോദിക്കുക, ഇതിനകത്ത് ഈ പെന്തക്കോസ്തുകാർ തമ്മിലുള്ള അടിയും ബഹളവും തെറിയും ചീത്ത പറച്ചിലും കേൾക്കുമ്പം ഇത് എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അവര് വിസ്മയിക്കുക. അതെ സാധനെ, അത് പെന്തക്കോസ്തുകാരുടെ ആരാധന തന്നെ ചിലർ അങ്ങനെയും മറ്റു ചിലർ ഇങ്ങനെയും ആർത്തു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതുപോലത്തെ ഒരു ആരാധനയാണ് ഇവരുടെ. ഒരു ഓർഡറും ഇല്ലല്ലോ. ക്രമം കെട്ടവരോട് അകന്നുകൊള്ളുവിൻ എന്നാണ് പൗലോസിൽ എഴുതിയിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിലാണ്. ക്രമം കെട്ടവരോട് അകലണം. ഇവന്മാര് ക്രമം കെട്ടതാണ്. ക്രമമില്ലാതെയാണല്ലോ ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ക്ലബ് ഹൗസ് വരുമ്പോഴും ആ ക്രമരാഹിത്യം കാണും. ബാക്കിയുള്ളവരൊക്കെ ക്രമമുള്ളവരാണ്. അതുകൊണ്ട് ആ ക്രമത്തിൽ കാര്യങ്ങൾ നടക്കും. അത്രയുള്ള അതിന്റെ വ്യത്യാസം. അവര് നിരീശ്വരവാദികൾ ചോദിച്ചത് യുക്തിവാദികളാണ്. ഇവര് ദൈവത്തിന്റെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തമ്മിൽ ഇവരെല്ലാവരും കൂടി ചീത്തയും തെറിയും പറയുന്നു. ഇതെങ്ങനെ ഇവർക്ക് സാധിക്കുന്നെന്ന് അവര് ചോദിക്കുക. അപ്പൊ എല്ലാം മറുപടിയും ഈ പറയുന്ന ക്രിസ്ത്യാനിക്ക് പറയാറുണ്ടോ? എത്രയോ ലജ്ജാകരം എത്രയോ. ഇല്ല, പെന്തക്കോസ്തുകാർക്ക് അതിന് ഉത്തരങ്ങളില്ല. അപ്പൊ ഇവരുടെ ജീവിത വിശുദ്ധി എന്നുള്ളത് ഒരു എന്താണ്, ഒരു അവകാശവാദം മാത്രമാണ്. സാമിന് അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സാമിന് ഇല്ല, നിങ്ങൾ പറയൂ, ഞാൻ പിന്നീട് പറയാം. ഓക്കെ. അപ്പൊ ഇവിടെ വ്യക്തിയെ ഇത് ഈ എന്താണെന്ന് പുള്ളിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആൾക്കാരെ എല്ലാം വളരെയധികം ഈ പ്രിൻസ് നിലമ്പൂർ അല്ല, വേറെ ഒരു പ്രിൻസ് ഉണ്ട്, ഈ സിംഹത്തിന്റെ ഒക്കെ ഒരു പടം വെച്ച് വരുന്ന ഒരു പ്രിൻസ് നിലമ്പൂരാ ഇന്നലെ ഗ്രൂപ്പ് ഇട്ടത്. ഇന്നലെ ഗ്രൂപ്പ് ഇട്ട് ചീത്ത വിളിച്ചത് പ്രിൻസ് നിലമ്പൂരാണ്. ഇത് രണ്ട് വേറൊരു പ്രിൻസ് ഉണ്ട്, ഒരു സിംഹത്തിന്റെ ഒക്കെ ഒരു പടം വെച്ച് വരുന്നത്. അത് സ്വഭാവം അതുപോലെ തന്നെ അങ്ങ് കടിച്ചു കീറുകയാണ്. എന്തോ ഒരു ദൈവത്തിന് വേണ്ടി എന്തോ ഒരു വലിയ വൻകാര്യം ചെയ്യുന്നത് പോലെ ഒരു പ്രതീതിയാണ് ആൾക്കാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലി കഴിക്കുന്നു, അല്ല നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് യാഗം കഴിക്കുന്നു എന്ന് തോന്നുന്ന കാലം വരും എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് സത്യവിശ്വാസം പറയുന്നത്. നമ്മളെയൊക്കെ ഉപദ്രവിക്കുമ്പം ദൈവത്തിന് എന്തോ ഉപകാരം ചെയ്യാൻ ഇവർക്കങ്ങ് തോന്നുക. നമുക്ക് പെനായിക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരീശ്വരവാദിയും യുക്തിവാദികളും പറയുന്ന ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ വയ്യാതെ വരുമ്പോ അവരെ വളരെ ഫൂളെന്നും വിഡ്ഢിയെന്നും മരക്കഴുതയെന്നും ഒക്കെ വിളിച്ച് അവിടെ തന്നെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ആ ലൂക്കാച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയും, തോണിക്കാരൻ ഗ്രൂപ്പിലെ ഒരു മോഡറേറ്റർ ഉണ്ട്, ഒരു പൊട്ടൻ പറഞ്ഞ് എന്താണെന്ന് അറിയത്തില്ലേ, എല്ലാവരെയും തെറി പറയുക, ചീത്ത പറയുക, അസഭ്യം പറയുക, എന്നിട്ട് പറയും യേശു ക്രിസ്തുവിന് വേണ്ടി എന്തോ ഒരു യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചീത്ത എല്ലാം വിളിക്കുന്നതെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഇപ്പം ഈ ക്ലബ് ഹൗസിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ക്ലബ് ഹൗസിൽ ചർച്ചകൾ നടക്കുക. ഒരു 4-5 ഗ്രൂപ്പുകൾ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അപ്പൊ ഒരു റൂമിലിരുന്ന് പെന്തക്കോസ്തുകാരെ ഞങ്ങൾ ആശ്വസിപ്പിക്കുക, ഞങ്ങൾ ക്ഷമ പറയാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഒരുപാട് ചീത്ത വിളിച്ചതാണ്. ഇപ്പൊ ഈ ഏറ്റവും ലേറ്റസ്റ്റ് അവര് ചീത്ത വിളിച്ചത് കേരളത്തിലെ ഏതോ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പെങ്ങളെയാണ്. അവരറിഞ്ഞില്ല എന്ന് വിളിച്ചു കഴിഞ്ഞാണ് അറിഞ്ഞത്. ഇപ്പൊ അതൊരു പേടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് കേസ് കൊടുക്കും. പക്ഷെ ഇവരും പെന്തക്കോസ്തുകാരാണ്. ഈ ചീത്ത വിളിക്കപ്പെട്ടവരും പെന്തക്കോസ്താണ്, ചീത്ത വിളിച്ചതും പെന്തക്കോസ്താണ്. അത് മാമനും കളിയുണ്ട്. അപ്പം ചിലപ്പോൾ അത് സോൾവ് ആകുമായിരിക്കും. ഏതായാലും അതുകൊണ്ട് ഇവര് നല്ല വെള്ള ചമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ഉപദേശ വിശുദ്ധി എന്നത് പരിഗണിക്കുകയേ വേണ്ട. അത് പെന്തക്കോസ്തിൽ ഇല്ലെന്നല്ല, ഇല്ലേ ഇല്ല. അപ്പൊ പെന്തക്കോസ്തിൽ എന്തോ ഒരു ജീവിത വിശുദ്ധി, സോറി എന്റെ നാക്ക് പഴിച്ചു, ജീവിത വിശുദ്ധി ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ ആരും അവരെ പരിഗണിക്കണ്ട. ഇതര സമൂഹങ്ങളെക്കാൾ വഷളായവരാണ് പെന്തക്കോസ്തുകാർ. അതേത് ക്രൈമിന്റെ കാര്യത്തിലാണെങ്കിലും അവർ മുൻപന്തിയിലുണ്ട്. തട്ടിപ്പ്, വഞ്ചന, സാമ്പത്തിക വെട്ടിപ്പ്, ക്രമക്കേടുകൾ. നിങ്ങൾ പത്രങ്ങളിൽ വായിക്കാറില്ല, ഇവന്മാർ സാമ്പത്തിക വെട്ടിപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ്. മനസ്സിലായോ? വൈറ്റ് ക്രൈംസ് ആണ്. എല്ലാത്തരം ക്രൈംസും ഉണ്ട്. അതിനകത്ത് തന്നെ നടക്കുന്ന ഒരുപാട് ക്രൈമുകൾ അതിനകത്ത് ഒതുങ്ങിത്തീരുന്നുണ്ട്. കൊലപാതകങ്ങൾ, ധാരാളം കൊലപാതകങ്ങൾ ഈ പെന്തക്കോസ്തിനകത്ത് നടന്നിട്ട് ഒതുങ്ങിപ്പോയി. പെന്തക്കോസ്തുകാർക്ക് അറിയാം, പക്ഷെ അവര് പുറത്ത് പറയത്തില്ല.
അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തരം ക്രൈമുകളും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ജീവിത വിശുദ്ധി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എനിക്ക് അമേരിക്ക 17 മലയാളികളെ അറിയും പിന്നെ ജയിലിൽ കിടക്കുന്നത്. അതിൽ കൂടുതൽ മലയാളികൾ ജയിലിലുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന 14 പേര് പെന്തക്കോസ്തുകാർ. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ജീവിത വിശുദ്ധി ഉണ്ടെന്ന് പരിഗണിക്കണം. ഇനി അടുത്തത് ഉപദേശ വിശുദ്ധി. നമ്മൾക്ക് ഇനി അതിലേക്ക് പോവാം. ഡോക്ട്രിനൽ പ്യൂരിറ്റി. ഡോക്ട്രിനൽ പ്യൂരിറ്റി. ഡോക്ട്രിനൽ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉപദേശം? ഉപദേശങ്ങളിൽ പ്രധാനം മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണെന്ന് കൊണ്ട് പറയത്തില്ല. എന്ന് പറഞ്ഞാല് ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ്? ദൈവം ആരാണ് എന്നുള്ള ഉപദേശം. ദൈവം ആരാണെന്ന് എന്നെ പഠിപ്പിക്കാൻ ഇന്നലെ വന്ന ആ ചങ്ങാതി ഉപദേശ വിശുദ്ധി അല്ല ജീവിത വിശുദ്ധി വിട്ടിട്ട് ഉപദേശ വിശുദ്ധിയിലേക്ക് വന്നു. അത് കാര്യത്തിൽ പെന്തക്കോസ്ത് പക്കയാന്ന് പറഞ്ഞു. എന്നാ ശരി, ദൈവം ആരാ? ദൈവം ആരാണെന്ന് പറയൂ. അപ്പോഴാണ് ദൈവം യഹോവയാണ്. മനസ്സിലാകുന്നു? ദൈവം യഹോവയാണ്. അപ്പൊ എന്നെ കേൾക്കുന്നവർ നിങ്ങൾ ആരെങ്കിലും ദൈവമാണ് യഹോവ എന്ന് വിചാരിച്ചു യഹോവ, ഞാൻ ചോദിച്ചു ഓക്കെ, ഈ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എവിടെ നിൽക്കുന്നു? അപ്പൊ യഹോവ വരുമ്പോ നാലാമത് ഒരാളായില്ലേ? അപ്പൊ യഹോവയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് നമ്മുടെ ലോറൻസ് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടായിരുന്നു. ഇദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ട് പറയാണ് ഇതെല്ലാം ഒന്നാണ്. ഇതെല്ലാം ഒന്നാണ്. യഹോവയായ പിതാവ്, യഹോവയായ പുത്രൻ, യഹോവയായ പരിശുദ്ധാത്മാവ്. ശരി. അപ്പൊ യഹോവ എന്ന് പറഞ്ഞ ആരായി? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമുള്ള ഒരു വിശേഷണമാണോ യഹോവ എന്ന് ഞാൻ ചോദിച്ചു. അല്ലല്ലോ. അപ്പൊ യഹോവയ്ക്കൊരു വ്യക്തിത്വമുണ്ടോ? ഒരു വ്യക്തിയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പൊ ഇനി അങ്ങനെ യഹോവയായ പിതാവ് എന്ന് പറയുമ്പോൾ പിതാവ് യഹോവയാണോ? അതല്ല, യഹോവയായ പിതാവ്. പിതാവും യഹോവയാണ്, പുത്രനും യഹോവയാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ തന്നെ പെന്തക്കോസ്തുകാരെ കാണുമ്പോൾ അവരോട് ചോദിക്കണം. ഒരു ചായയൊക്കെ മേടിച്ച് കൊടുത്തു, 5 മിനിറ്റ് ഇരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ നിങ്ങൾക്കുള്ള ഒരു അസൈൻമെന്റ് ആണ്. നിങ്ങൾ പെന്തക്കോസ്തുകാരെ, നിങ്ങൾക്ക് പരിചയമുള്ള പെന്തക്കോസ്തുകാരെ കാണുമ്പോൾ വിളിക്കണം. മറ്റേ പെന്തക്കോസ്തുകാർ നിങ്ങളെ കാണാൻ നോക്കിയിരിക്കുക. എന്തിനാണെന്നറിയോ? നിങ്ങളോട് സുവിശേഷം പറയാം. ഇന്ന് ശരാശരി യാക്കോവക്കാരെയൊക്കെ കാണുമ്പോൾ പെന്തക്കോസ്തുകാർ അന്തരമാർഗം ഓടുക. കാരണം ഗ്ലോറിയസ് എങ്ങാൻ കേട്ടിട്ടുള്ള യാക്കോവക്കാരനാണ് എന്തെങ്കിലും ചോദ്യം വരും, അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്താ. അല്ല, നിങ്ങളോടുള്ള പിണക്കം കൊണ്ടോ കൊറോണ കൊണ്ടല്ല അവർ ഓടുന്നേ. അവർ നിങ്ങളെ പേടിക്കുന്നു. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വന്നാലോ പേടിയാണ്. നീ വീഡിയോ എല്ലാം കണ്ടതാണോ കുഴയുവോ? കാരണം ഇവര് പിടിക്കപ്പെട്ടു. പെന്തക്കോസ്തുകാർ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കപ്പെട്ടു. യാതൊരു രക്ഷയില്ല. കാരണം അവർക്ക് ദൈവമായിട്ടൊരു ബന്ധവുമില്ല, അവർക്ക് ദൈവവിശ്വാസമില്ല, ദൈവം ആരാണെന്ന് അറിയത്തില്ല. അപ്പോ ഈ ചങ്ങാതി ഒരൊറ്റ അടി അങ്ങടിച്ചു. അവസാനത്തെ പൂഴിക്കടകൻ. എന്താ പൂഴിക്കടകൻ നിങ്ങൾക്കറിയോ? പുള്ളി അടിച്ചതാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഈ സകല സൃഷ്ടിച്ചാണ്. ആ ദൈവത്തെ അറിയുക എന്നുള്ളത് മനുഷ്യർക്ക് വെച്ചിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ദൈവത്തെ അറിയാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. നമ്മളൊക്കെ അതിനെ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. നമ്മളങ്ങ് ആരാധിച്ചാൽ മതി എന്നൊരു. അപ്പൊ ഞാൻ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17 അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിച്ചു. അതിങ്ങനെയാണ്: ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ഈ അറിവില്ലാത്തവൻ എങ്ങനെയാ നിത്യജീവൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ബബ്ബയായി. പിന്നെ പ്രശ്നമായി. അപ്പോ ഈ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് ചർച്ച ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ യഹോവയാണ് ഏകദൈവം. വീണ്ടും അത് ഉറപ്പിച്ചു. ഞാൻ ചോദിച്ചപ്പോ ഉറപ്പിക്കാം. അതിന്റെ ടേപ്പ് നമ്മളിലുണ്ട് കേട്ടോ. ഇതിന്റെ എല്ലാം റെക്കോർഡിങ് ഇരിപ്പുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം യഹോവയാണ് ഏകദൈവം. അപ്പോ യഹോവ യേശുവായിട്ട് വന്നു. ഒരു പ്രത്യക്ഷത യഹോവ യേശുവായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, യഹോവ യേശുവായി, അപ്പോ യേശു ആകുന്നതിന് മുമ്പ്, ഇപ്പൊ യേശു വരുന്നു അല്ല, യേശു ഭൂമി വരുന്നതിന് മുമ്പ് ഈ യേശു അതേ രൂപത്തിലുണ്ടോ? യേശു ഉണ്ടോ അവിടെ? പറഞ്ഞു ഇല്ല, യേശു ഇല്ല. യേശു യഹോവയില്ല. യഹോവയിൽ ലയിച്ചിരിക്കുകയാണ്, യഹോവയിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ലയിച്ച് അലിഞ്ഞിങ്ങനെ ചേർന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെ. അപ്പോഴും പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ യേശു ഉണ്ടോ?
ഉണ്ട്, ഇപ്പൊ സ്വർഗത്തിലുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പം വീണ്ടും പ്രശ്നമാണ്. കാരണം എന്നാണെന്നറിയോ? യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പുത്രന്, ഈ യേശു കർത്താവ് പറയാണ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അപ്പോ ലോകസ്ഥാപനത്തിന് മുമ്പ്, ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏതവസ്ഥയിലായിരുന്നോ പിതാവിന്റെ അരികിൽ പുത്രൻ ഇരുന്ന ആ അവസ്ഥയിലേക്ക് എന്നെ തിരിച്ച് മഹത്വപ്പെടുത്തണമേ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, അല്ലെങ്കിൽ ലോകം തന്നെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് റിസ്റ്റോർ ചെയ്യാനല്ലേ പ്രാർത്ഥിക്കുന്നേ? അതെ. അപ്പൊ ആ പ്രാർത്ഥന കേട്ടോ? പ്രാർത്ഥിച്ചിട്ട് കേൾക്കുവോ? യേശു പ്രാർത്ഥിച്ച് കേൾക്കുവോ? കേട്ടോ? പുള്ളിക്കുഴഞ്ഞു കേട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് ഇപ്പൊ യേശു ഉണ്ടാകാൻ പാടില്ല, കാരണം അതിനു മുമ്പ് ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇപ്പോഴും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇപ്പൊ യേശു ഉണ്ടെന്ന് പറയണമെങ്കിൽ യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പും ഉണ്ടായേ മതിയാകൂ. ഇതാണ് ഇറ്റേണൽ ജനറേഷൻ ഓഫ് സൺ. നിത്യപുത്രത്വമാണ്. അപ്പൊ ഇറ്റേണൽ ജനറേഷൻ ഓഫ് സൺ ഇതൊത്തിരി പേര് ഇടറിപ്പോകുന്ന ഒരു ഉപദേശമാണ്. അത് നമ്മുടെ പെന്തക്കോസ്തി പെരുന്നാളിന്റെ സെതറാകൾ വായിക്കുമ്പം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ 3 ന്യൂമാകളാണ്. ഒരു ന്യൂമായും മറ്റൊരു ന്യൂമായേക്കാൾ പ്രായ കൂടുതലോ പ്രായക്കുറവോ ഇല്ല. നിങ്ങൾ പെന്തക്കോസ്തി പെരുന്നാളിന്റെ ശുശ്രൂഷാക്രമം എടുത്തിട്ട് വായിക്കണം. കുഴപ്പമില്ല, അത് പള്ളി ചോദിച്ചാൽ ഒരു കോപ്പി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് സ്റ്റോളുകളിൽ നിന്നൊക്കെ ഒരെണ്ണം മേടിച്ചിട്ട് വായിച്ചു നോക്ക്. ഉപദേശങ്ങൾ മനസ്സിലാക്കാനാണ്. കാരണം പെന്തക്കോസ്തുകാർ എന്തെല്ലാമാ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആളുകൾ അതാണ് സത്യമെന്ന് വിശ്വസിക്കുക. ഇന്നലെ ഒരു ഓർത്തഡോക്സുകാരൻ എന്നോട് തർക്കിച്ചു. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പെന്തക്കോസ്ത് ഉപദേശമാണ്. അതാണ് ശരിക്കുമുള്ള ഒരു ഓർത്തഡോക്സ് വിശ്വാസമെന്നും ഞാൻ പറയുന്നത് തെറ്റാന്നുമാണ് പുള്ളി മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ സെതറായൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് പുള്ളി ഒന്ന് മൂളിയിട്ടൊക്കെ പോയി. അത്രയ്ക്ക് ബോധ്യം വന്നിട്ടില്ല. കാരണം അത്രമാത്രം പെന്തക്കോസ്ത് ഐഡിയാസ് ഇൻഫിൽട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. മനസ്സിലായോ? നമ്മുടെ വിശ്വാസികളൊക്കെ എന്ത് ചെയ്യാണ്? ഇതിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക്. അപ്പം എല്ലാത്തിനും മുമ്പ് പിതാവിന്റെ അടുക്കൽ പുത്രന് ഒരു സ്ഥാനമുണ്ടായിരുന്നു. പിതാവിന്റെ അടുക്കൽ പുത്രന് ഒരു മഹത്വമുണ്ടായിരുന്നു. പുതിയ മഹത്വം കർത്താവ് ചോദിക്കുന്നില്ല, റിസ്റ്റോർ ചെയ്യാണ്. അപ്പൊ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അപ്പൊ ഇപ്പോൾ യേശു എവിടെ ഇരിക്കുന്നു? പൂർവമഹത്വത്തിൽ ഇരിക്കുന്നു. മനസ്സിലായോ? പൂർവ മഹത്വത്തിൽ ഇരിക്കുന്നു, അല്ല പുതുമഹത്വത്തിലല്ല. ഇവിടെയാണ് വ്യത്യാസം. ഈ പെന്തക്കോസ്തുകാർ പറയുന്നതനുസരിച്ച് യേശു ജനിക്കും, അതിനു മുമ്പ് യേശു ഇല്ലായിരുന്നു. അപ്പൊ ആ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? എല്ലാ നാമത്തെക്കാളും മേലെയുള്ള പുതുമഹത്വം ലഭിച്ചു. അപ്പൊ യേശു കർത്താവ് പുതുമഹത്വത്തിൽ ഇരിക്കുന്നു എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. യേശു കർത്താവ് പുതുമഹത്വത്തിൽ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നത് യേശു കർത്താവ് എവിടെ ഇരിക്കുന്നു? പൂർവമഹത്വത്തിൽ ഇരിക്കുന്നു. പണ്ടേ അവന് പിതാവിന്റെ അടുക്കുണ്ടായിരുന്ന ആ മഹത്വം, അതാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. മനസ്സിലായോ? അപ്പൊ ലോകം ഉണ്ടാകും മുമ്പ്. ഈ വാക്യം വളരെ ഒരു കീ വേഴ്സ് ആയിട്ട് നിങ്ങൾ എടുക്കണം. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ നിങ്ങൾക്ക് മനസ്സിലാവണം. എന്താണ് ട്രിനിറ്റി എന്ന് മനസ്സിലാകണം.
എന്താണ് ട്രിനിറ്റി എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ യോഹന്നാസ്ലീഹയുടെ സുവിശേഷം 14, 15, 16, 17 4 ചാപ്റ്റർ വായിച്ചാൽ മതി. ഇറ്റ് ഇസ് നോട്ട് എ ഹാർഡ് ടാസ്ക്. 4 ചാപ്റ്റർ വായിക്കുക ബൈബിളിൽ. ഇന്ന് ചെയ്യാവോ? ഇന്ന് ചെയ്യാം. ഞാനിപ്പോ ഈ ലൈവ് തീരുമ്പോൾ നിങ്ങൾ 4 അധ്യായം വായിക്കും. വേണം അവിടെ ഒരു അടയാളം കൊണ്ട് വെച്ചു. നാളെ വായിക്കും 4 അധ്യായം. 4 അധ്യായം അങ്ങനെ ഒരാഴ്ച വായിച്ചിട്ട് നിങ്ങൾ എന്നെ വാട്സാപ്പിൽ വിളിക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ +1 832 679 0404. അപ്പൊ ഞാൻ നിങ്ങളോട് 2 ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഈ 4 അധ്യായം വായിച്ചോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാമല്ലോ. എന്നാ 4 അധ്യായം വായിച്ച് ഞാൻ ശരിക്കും 4 അധ്യായം വായിച്ചെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ ചോദിക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ 4 അധ്യായത്തിൽ എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഈ 4 അധ്യായത്തിൽ ട്രിനിറ്റി സംബന്ധിക്കുന്ന എല്ലാ ഡോക്ടറിനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതൊരു കീ ആണ്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എറ്റേണൽ ജനറേഷൻ. ഇറ്റേണൽ ജനറേഷൻ ആ വാക്യത്തിൽ കാണുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ അങ്ങ് തിരികെ സ്വീകരിക്കണം. അപ്പൊ യേശു കർത്താവ് ഇപ്പോൾ ഏത് മഹത്വത്തിലാണ് ഇരിക്കുന്നത്? പൂർവമഹത്വത്തിൽ ഇരിക്കുന്നു, അല്ലെ പുതുമഹത്വത്തിൽ ഇരിക്കുക. പൂർവമഹത്വത്തിലാണ് അവൻ ഇരിക്കുന്നത്. കാരണം അവൻ ആൽഫയും ഒമേഗയുമാണ്. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇവര് പറയുന്നത് യേശു പുതുതായിട്ട് ഭൂമിയിലോട്ട് വന്ന് ജനിച്ചു, അപ്പോഴാണ് യേശുവിന് അസ്തിത്വം ഉണ്ടായത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് സ്വന്തം ദൈവം ആരാണ് എന്ന് അറിയാത്ത, പറയാൻ കഴിയാത്ത പെന്തക്കോസ്തുകാരുടെ ദുര്യോഗം. ഇതിലും കൂടുതൽ ആരും അധപ്പതിക്കാനില്ല. ഇതിലും കൂടുതൽ അപമാനം ആർക്കും വരാനില്ല. ഏറ്റവും വലിയ ഗതികേടാണ്. ഇപ്പം ഗ്ലോറിയസ് ഗോസ്പൽ വന്നേ പിന്നെ നമ്മുടെ ട്രിനിറ്റേറിയൻ ക്ലാസ്സുകൾ അഡാപ്റ്റ് ചെയ്ത് അവര് പലതും പറയുന്നുണ്ട്. ഈ പിള്ളേരിങ്ങനെ ഈ പോലീസ് വേഷമൊക്കെ പഴയ കാലത്ത് പ്ലാവല കൊണ്ട് തൊപ്പിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോലീസായിട്ടൊക്കെ പോവായിരുന്നു. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഓരോ വേഷങ്ങൾ കാണുമ്പോൾ. ഇവരവതരിപ്പിക്കുകയാണ്, പക്ഷെ എവിടെ പോയി അവതരിപ്പിച്ചാലും എന്തേലും കുഴപ്പം പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യഹോവയും ട്രിനിറ്റിയുമാണ്. അപ്പൊ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞൊപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ സത്യദൈവത്തെ മനസ്സിലാക്കുക. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പൊ ദൈവത്തെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് സഹോദരങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് കുഴപ്പമില്ല, അതൊരു പാപമൊന്നുമല്ല. നിങ്ങളുടെ പാസ്റ്ററെ വിളിച്ച് ചോദിക്കുക. മിക്കവാറും ഒക്കെ അയാൾക്കും അറിയത്തില്ലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അയാൾ സാധാരണ പാസ്റ്റർമാരുടെ തട്ടിപ്പോലെ അതും ഇതൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വിടരുത്, നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. പെന്തക്കോസ്തുകാരുണ്ടാ പറയുന്നത്, മനസ്സിലായോ? ഇവരതൊക്കെ ന്യായം പറയും. പിന്നെ അവർ പറയും ആ ശിവ വീഡിയോക്കാൻ പറഞ്ഞൊരുത്തനുണ്ടാവും, ചുമ്മാ നിങ്ങളെ പറഞ്ഞ് ഇളക്കുകയാണെന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ്. അപ്പൊ പിതാവ് എങ്ങനെയുള്ളവനാകുന്നു, പുത്രൻ എങ്ങനെയുള്ളവനാകുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ അറിയുക. ഈ അറിവ് എങ്ങനെയാ നമുക്ക് കിട്ടുന്നതെന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മാവിൽ. അപ്പൊ ആ വർക്ക് ഓഫ് ട്രിനിറ്റിയാണ് നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്നത്. അപ്പൊ ആ എൻലൈറ്റ്മെന്റിനെയാണ് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അറ്റൈനിങ് ഇറ്റേണിറ്റി ത്രൂ എൻലൈറ്റ്മെന്റ് ആണ്. അപ്പൊ ആ എൻലൈറ്റ്മെന്റിലേക്ക് വരാം. അതാണ് പിതാവ് ആരാണ്, പുത്രൻ ആരാണ് എന്നറിയുക. അപ്പൊ ഇപ്പൊ അവരെങ്ങനെ കൂട്ടിയിട്ടും കൂടുന്നില്ല. അപ്പൊ പറയാം ഇപ്പൊ അതറിയേണ്ട കാര്യമൊന്നുമില്ല, അതറിയേണ്ട കാര്യമില്ലെന്ന് നീ പറഞ്ഞ പോരല്ലോ. അറിയുന്നതാണ് നിത്യജീവനെന്ന് യേശു പറഞ്ഞിരിക്കുമ്പം അതറിയേണ്ട ആവശ്യമുണ്ട്. അതറിയുമ്പോഴാണ് നിത്യജീവൻ. എന്താണ് ഈ അറിവ്? ട്രിനിറ്റിയെ അറിയുക, ട്രിനിറ്റേറിയൻ ലൈഫ്. എന്താണ് ട്രിനിറ്റേറിയൻ ലൈഫ്? ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ട്രിനിറ്റേറിയൻ ലൈഫ് എന്നാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു.
ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ എങ്ങനെയാ സ്നേഹമാകുന്നത്? ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് സ്നേഹമാകാൻ പറ്റില്ല. രണ്ടാമതൊരാൾ വേണം. മനസ്സിലായോ? രണ്ടാമതൊരാൾ വേണം. സ്നേഹഭാജനം എന്നതിന് മലയാളത്തിൽ പറയുന്നു. അപ്പൊ ഒരു ലവർ നിൽക്കുകയാണ്. ഒരു ലവർ അവിടെ നിൽക്കുന്നു. ഹി ഹാസ് ലവ്. ആ ആൾക്ക് സ്നേഹമുണ്ട്, അല്ലേ? ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന് സ്നേഹമുണ്ട് എന്നോ ദൈവം സ്നേഹമുള്ളവനാകുന്നു എന്നും അല്ല. ദൈവം, ഇപ്പൊ നമ്മുടെ തങ്കച്ചനുണ്ടല്ലോ, തെക്കേ വീട്ടിലെ തങ്കച്ചൻ നല്ല സ്നേഹമുള്ളവനാണ്. തങ്കച്ചന് സ്നേഹമുണ്ട്. തങ്കച്ചൻ നമ്മളെ കാണുന്ന സ്നേഹം കാണിക്കുന്നതാണ്. പക്ഷെ തങ്കച്ചൻ സ്നേഹമാകുന്നു എന്ന് നമ്മൾ പറയത്തില്ല. അപ്പൊ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നിന്നാൽ അത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല. അപ്പം ലവ് ഈസ് ദെയർ, ലവർ ഈസ് ദെയർ ആൻഡ് ബിലവഡ് ഈസ് ദെയർ. അപ്പൊ സ്നേഹിക്കുന്നവനുണ്ട്, സ്നേഹിക്കപ്പെടുന്നവനുണ്ട്, സ്നേഹമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, ആഴമായി സ്നേഹിക്കുന്നു. അപ്പൊ പിതാവ് പുത്രനെ സ്നേഹിച്ച ആ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തെയാണ് നിത്യസ്നേഹം എന്ന് പറയുന്നത്. എന്ത് സ്നേഹമാണ്? നിത്യസ്നേഹം, ഇറ്റേണൽ ലവ്. ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്നേഹമല്ല ഇറ്റേണൽ ലവ്. ഇറ്റേണൽ ലവ് ഏതാണ്? പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹം. ഇറ്റേണൽ ലവ് എന്ന് പറഞ്ഞാൽ ആ സ്നേഹം ഇല്ലാത്ത ഒരു കാലഘട്ടമില്ല, ഒരു ടൈമും ഇല്ല. അപ്പൊ സകല സമയത്തിന് മുമ്പ് ഉള്ള സ്നേഹം, ഉലക സ്ഥാപനത്തിന് മുമ്പ് ഉള്ള ആ സ്നേഹം, നിത്യസ്നേഹം. ആ സ്നേഹത്തിലാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അതായത് ഇറ്റേണിറ്റിയിലേക്കാണ് നമുക്ക് ഇൻവിറ്റേഷൻ, അല്ല ട്രിനിറ്റിയിലേക്കാണ് നമുക്ക് ഇൻവിറ്റേഷൻ. മനസ്സിലായോ? ഇൻവിറ്റേഷൻ ടു ഇറ്റേണിറ്റി ത്രൂ ട്രിനിറ്റി ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി. അപ്പൊ അവിടെ അതാണ് നമ്മളെ സംബന്ധിച്ച് മനുഷ്യവർഗത്തിന് വെച്ച് നീട്ടുന്ന ആ മോഹനമായ വാഗ്ദത്വം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അന്തസത്ത, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. വലിയൊരു കീ ആണത്. എന്താണത്? ട്രിനിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. സകല അധികാരവും പുത്രന് കൊടുക്കുന്നു. ന്യായം വിധിക്കാനുള്ള അധികാരം പോലും പുത്രനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ പുത്രൻ എന്ത് ചെയ്യുന്നു? പുത്രൻ തന്നെ തന്നെ പിതാവിന് കീഴ്പ്പെടുത്തുന്നു. സകലതും പിതാവിന് സമർപ്പിക്കുന്നു. സ്വന്തം ജീവനും കൂടി എന്ത് ചെയ്യുന്നു? പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിക്കും. സ്വന്തം ആത്മാവിനെ. ഈ കഴിഞ്ഞ ദിവസം ഈ ക്ലബ് ഹൗസിൽ ഒരു റൂം നടന്നുകൊണ്ടിരുന്നപ്പം ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ വന്നു. നടന്നതിന് 4 ദിവസം മുമ്പ് നടന്ന കാര്യം. അപ്പൊ അവിടെ ഇരുന്ന ഒരാൾ, ഈ പുള്ളി ഒരു പാസ്റ്റർ അല്ലേ എന്ന് ഓർത്ത് അദ്ദേഹത്തെ മോഡറേറ്റർ ആക്കി. അപ്പൊ അദ്ദേഹം ചെയ്ത പരിപാടി എന്നാന്നറിയോ? മോഡറേറ്റർ ആയ അടുത്ത നിമിഷം സ്പീക്കർ പാനിൽ ഇരുന്ന എല്ലാവരെയും, ഞാനൊക്കെ അവിടെ ഇരിപ്പാണ്, എന്നെയൊക്കെ താഴ്ത്തു വിട്ടു. എല്ലാവരും താഴ്ത്തു. പെട്ടെന്ന് നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും താഴെ. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള 3-4 പേരെ വീണ്ടും മുകളിലോട്ട് പൊക്കി. അവരെ മോഡറേറ്റർ ഒന്നും ആക്കിയില്ല, അദ്ദേഹം മാത്രം മോഡറേറ്ററായിട്ട് ബാക്കിയുള്ളവരെ അവിടെ ഇരുത്തി. പെന്തക്കോസ്തുകാരുടെ ഒരു നയം ഞാൻ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു. കാരണം ഞാൻ ചിരിച്ചെന്താന്ന് ഓർത്താൽ, ഞാൻ ദൈവം, ഈ പിതാവായ ദൈവത്തിന്
ഈ പിതാവായ ദൈവം ഒരു പെന്തക്കോസ്തുകാരനായിരുന്നെങ്കിൽ പുത്രൻ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല. ഒന്നാമത് ഏൽപ്പിച്ചാൽ പിതാവ് യേശു ഉയർക്കത്തില്ല. കാരണം പെന്തക്കോസിൽ താഴ്ന്നു പോയ ഒരു പാസ്റ്ററും പിന്നെ ഉയർന്നു വന്നിട്ട് താണ ഒരുത്തനെ പിന്നെ ഉയർത്താൻ അവർ ശ്രമിച്ചിട്ടുള്ളൂ. ഉയർപ്പിന്റെ ശുശ്രൂഷ പെന്തക്കോസിലില്ല. അടക്കം മാത്രമേ ഉള്ളൂ. മരണത്തിന്റെ ശുശ്രൂഷയുള്ളൂ. മരണമാണ് പെന്തക്കോസ്തിൽ വ്യാപരിക്കുന്നത്, വാഴുന്നത്. അനേകരെ അവർ കുഴിച്ചുമൂടാൻ മിടുക്കരാണ്. എത്ര പേരെ വേണേലും അവർ കുഴി വെട്ടി മൂടും. പക്ഷെ ഒരാൾ പോലും ഉയർക്കത്തില്ല. ഉയരാൻ അവർ സമ്മതിക്കത്തില്ല, ഉയർത്തത്തില്ല. ഇനി ഉയരാൻ നോക്കിയാൽ ഉച്ചി നോക്കി അവരടിക്കും. ഉയർന്നു വന്നാലേ അവർക്ക് ഇഷ്ടമില്ല. പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ മരിച്ചു, പാമ്പ് കടിയേറ്റാ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോയി. വലിയ നിലവിളിയും കാർച്ചയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ പഴയ കാലത്തെ വീടല്ലേ, ശവം എടുത്തോ ഇങ്ങനെ പോയപ്പം ഇവരുടെ വീടിന്റെ സൈഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നിടത്ത് ഒരു പ്ലാവിന്റെ വേരിങ്ങനെ പൊങ്ങി നിപ്പുണ്ടായിരുന്നു. ഈ ശവം എടുത്ത് നടന്ന ഒരാളുടെ കാല് ഈ വേരെ തട്ടിട്ട് അയാളങ്ങ് തെന്നി വീണു. അപ്പൊ ഈ ഡെഡ് ബോഡി താഴോട്ട് വീണു, സ്ലിപ്പായി പോയത്. പെട്ടെന്ന് ഈ മരിച്ചു കിടക്കുന്ന ആളങ്ങ് എഴുന്നേറ്റു. ശരിക്കും മരിച്ചില്ല, അയാൾ അങ്ങ് ഉണർന്നു. എല്ലാവരും പേടിച്ചു കാറി. ഏതായാലും വലിയ സന്തോഷമായി. മരിച്ച ആൾ തിരിച്ചു വന്നു. പിന്നെ ഒരു 8-10 കൊല്ലം കഴിഞ്ഞ് ഇയാൾ വീണ്ടും മരിച്ചു. വീണ്ടും മരിച്ചെന്ന് പറഞ്ഞാൽ അവസാനം അയാൾ മരിച്ചു. അതുപോലെ പഴയ പോലെ തന്നെ കരച്ചിലായി, പ്രാർത്ഥനയായി. ഈ ഡെഡ് ബോഡി എടുത്തോണ്ട് ആളുകൾ അങ്ങോട്ട് ഇറങ്ങി. ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് ഭാര്യ. തിന്നെ കിടന്നു. ഭാര്യ ശവത്തിന്റെ കൂടെ പോകുന്നില്ല. ഇവരെല്ലാം കൂടെ ബോഡി എടുത്തോണ്ട് പോകുമ്പോൾ ഈ ഭാര്യ തിന്നെ കാണുന്നതിനിടെ പറഞ്ഞു, പ്ലാവിന്റെ കുറ്റിയുണ്ട്, നോക്കി പോണോന്ന്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലാതെ തട്ടി വീഴല്ലെന്നുള്ള അവൾ ഉദ്ദേശിച്ച് കരയുന്നതിനിടെ പറയുകയാണ്. പെന്തക്കോസ്തിന്റെ ഒരു മനോഭാവം ഞാൻ പറഞ്ഞു, അടക്കിയിരിക്കും. അവര് എങ്ങനെയും കുഴിച്ചിടുക എന്നുള്ളത്. അപ്പൊ ഒരുത്തനെ ഉയർത്തുക എന്നുള്ള ചിന്തയില്ല. താന്നു പോയവരുണ്ടല്ലോ, അവരെ കയറ്റുക എന്നുള്ള ചിന്തയില്ല. അപ്പം പിതാവായ ദൈവം പെന്തക്കോസ്തല്ല. ആയിരുന്നെങ്കിൽ ഈ യേശുവിന്റെ ഉയർപ്പൊന്നും നടക്കത്തില്ല. ഈ കിട്ടിയ ആത്മാവിനെ അവിടെ അലമാരി വെച്ച് കൂട്ടും, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. തൽക്കാലം നീ കുറെയൊക്കെ വിളഞ്ഞല്ലേ, ഇനി പൊങ്ങണ്ടെന്ന് പറയും. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്നേഹം. അപ്പൊ തൻ്റെ പ്രാണനെ പോലും വിശ്വസിച്ച് കൈകളിൽ ഏൽപ്പിക്കുന്ന വിധത്തിൽ പിതാവിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കുക. പിതാവിലും പുത്രനിലും, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമുള്ള ആ സ്നേഹോഷ്മളതയുടെ വലിയ പ്രവാഹം പരിശുദ്ധ റൂഹ. പിതാവ് എങ്ങനെ പുത്രനെ സ്നേഹിക്കുന്നു? തന്നെ പോലെ തന്നെ പുത്രനെ സ്നേഹിക്കുന്നു. പുത്രൻ തന്നെ പോലെ തന്നെ പിതാവിനെ സ്നേഹിക്കുന്നു. അപ്പൊ ആ ദൈവം ആരാണെന്ന് യേശു പറയാണ്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിച്ചാൽ അവിടെ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? ട്രിനിറ്റി ഗോഡ്, ട്രിനിറ്റിയുടെ ഇമേജ് സെക്കൻഡ് വെച്ച് നിന്നിൽ വരിക. അപ്പോൾ മുതൽ നീ എന്ത് ചെയ്യാണ്? യു ബിലോങ് ടു ട്രിനിറ്റി, ഒരു പാർട്ടായി മാറുകയാണ്. ദൈവീകരണം സംഭവിക്കുകയാണ്. അപ്പൊ തിയോസിസ് അറ്റൈൻ ചെയ്യുന്നത് സ്നേഹത്തിലൂടെയാണ്. അപ്പൊ ദൈവീകരണം നിന്നിൽ ഭവിക്കും. അതിനാണ് യേശു പറഞ്ഞത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടുള്ള ഇറ്റേണൽ ഡാൻസ്, ആ നിത്യ നടനം, ആ നിത്യ നർത്തനം. അപ്പൊ ആ നിത്യ നർത്തനമാണ് പെരിക്കോറോസിസ്. ആ പെരിക്കോറോസിസിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. an extension of the invitation. അല്ലേ? Father, Son and Holy Spirit extends their invitation. ദാ ക്ഷണക്കത്ത്. Come, let us dine and dance. ഞാൻ ഈ പെരിക്കോറോസിസിനെ പറ്റി പറയുമ്പം ഡാൻസ് ആണ്, ഡിവൈൻ ഡാൻസ് ആണ്, ഇറ്റേണൽ ഡാൻസ് ആണ്, നിത്യ നർത്തനമാണെന്നൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഈ തിരുവനന്തപുരത്തുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പാസ്റ്റർ ഓർത്തു,
കള്ളു കുടിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹം ഇന്നലെ ക്ലബ് ഹൗസിൽ റൂം ഇട്ടിരുന്ന് പറയാണ് യേശു ഒക്കെ കള്ളു കുടിച്ച് ഡാൻസ് ചെയ്യാന്നാണ് ഷിബു പീഡിയക്കൽ. ഞാൻ ഈ പെരിക്കോറോസിനെ പറ്റിയാ പറഞ്ഞത്. ഈവൻ ഈ വന്നിട്ട് കേട്ടിട്ട് ഇവന് മനസ്സിലാകുന്നതാണ് പെരിക്കോറോസിസ് നിത്യ നർത്തനമാണ്, കർത്താവ് ഡാൻസ് ചെയ്യാൻ ക്ഷണിക്കുന്നതൊക്കെ ഞാൻ പറയുമ്പോൾ അപ്പൊ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ സ്നേഹ നൃത്തങ്ങളിലേക്ക് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുക. ആ ഇൻവിറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്? ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. അപ്പൊ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിലൂടെ നീ അയൽക്കാരനെ കൂടെ എന്ത് ചെയ്യാണ്? ആ വലിയ സ്നേഹത്തിന്റെ ആ വലിയ കൂട്ടായ്മയിലേക്ക് ഉയർത്തുകയാണ്. നിനക്ക് സാധിക്കുമോ? എന്നാണ് സാധിക്കുന്നത്? അവിടെയാണ് ദൈവീകരണം സാധ്യമാകുന്നത്. അപ്പൊ ഈ നമ്മുടെ ദൈവശാസ്ത്രം, നമ്മുടെ ഉപദേശം എല്ലാം വളരെ ലളിതമാണ്. ലവ് എന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. സ്നേഹം. അപ്പൊ ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ആ വലിയ ട്രിനിറ്റേറിയൻ തിയോളജി അൺഫോൾഡ് ചെയ്യപ്പെടുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ആരാകുന്നു എന്ന് യേശു കർത്താവിന്റെ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പൂരിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ദൈവശാസ്ത്രം മുഴുവൻ നമുക്ക് കിട്ടുകയാണ്. ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു എന്നൊരൊറ്റ വാക്യം. ആ വാക്യത്തെ അൺഫോൾഡ് ചെയ്താൽ നമ്മുടെ മുഴുവൻ വർഷിപ്പും അതിനകത്താണ്. ആ ഡാൻസാണ്. അപ്പൊ അതിന്റെ വിവിധ ഭാവങ്ങളാണ് നമ്മുടെ ആരാധന. അപ്പൊ നമ്മുടെ ലിറ്റർജി, നമ്മുടെ ലിറ്റർജിക്കൽ വർഷിപ്പ്, നമ്മുടെ ലിറ്റർജിക്കൽ തിയോളജി, ഇതെല്ലാം ഈ രണ്ട് കാര്യമാണ്. ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പൂരിപ്പിക്കുമ്പോഴും ദൈവം സ്നേഹമാണെന്നുള്ള ആ പ്രസ്താവനയെ ഗ്രഹിച്ചറിയുന്നതിലൂടെയും നമുക്ക് ഈ തിയോളജിയും ഈ ഡോക്ടറിനും ഈ ലിറ്റർജിയും എല്ലാം ലഭിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് കരുതുന്നു. ക്ലബ് റൂം എൻ്റെ ആയി അനിമൻ തങ്കച്ചൻ. സാരമില്ല, പെന്തക്കോസ് എന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം അല്ല എന്നൊക്കെ സായൻ പഠിക്കൽ അഭിപ്രായപ്പെടുന്നുണ്ട്. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഞാൻ പറഞ്ഞതിന്റെ ബോട്ടം ലൈൻ ഇതാണ്. പെന്തക്കോസ്തിൽ എന്തില്ല? ജീവിത വിശുദ്ധിയും ഇല്ല, ഉപദേശ വിശുദ്ധിയും ഇല്ല. ഉപദേശ വിശുദ്ധി ഇല്ലെന്ന് തന്നെയല്ല, ഉപദേശമേ ഇല്ല. അവർക്ക് ആർക്കും അറിയില്ല ദൈവം ആരാണെന്ന്. അല്ലെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും പെന്തക്കോസ്തുകാരന് അവന്റെ ദൈവം ആരാണെന്ന് അറിയാമെങ്കിൽ അവനത് ഷിബു പീഡിയക്കലിനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാൻസ് കളയിൽ അവരെ വിളിച്ചുകൊണ്ട് വരിക, ഈ ലൈവിൽ ജോയിൻ ചെയ്യിക്കുക. ദൈവം ആരാണ്, പെന്തക്കോസ്തുകാരുടെ ദൈവം ആരാണെന്ന് വെടിപ്പായിട്ട് പറഞ്ഞു തരിക. കൃത്യമായിട്ട് പെന്തക്കോസ്തുകാരുടെ ദൈവം ആരാണ് എന്ന് പെന്തക്കോസ്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് വരും. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.